നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. ഇടുക്കിയിലെ 4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജൽജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം. മരവിച്ചിരിക്കുന്നത് ചക്കുവള്ളം, വണ്ടൻമേട്, കരുണാപുരം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ 6800-ലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതി മരവിക്കുവാൻ കാരണം ജലവിഭവ വകുപ്പിന്റെ പിടിപ്പുകേടെന്നും ആരോപണം. പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും കയ്യേറ്റം. പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് പുഴയോരത്ത് നിന്നിരുന്ന വൻമരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി. ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട കയ്യേറ്റ നടപടികൾ നിർത്തിവെപ്പിച്ചു. മൂന്നാർ ചുറ്റിവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അന്യസംസ്ഥാന തൊഴിലാളി പീഡനത്തിനിരയാക്കിയതായി പരാതി. പീഡനത്തിനിരയായത് 11 വയസ്സുകാരിയായ ബാലിക. സംഭവത്തിൽ മൂന്നാർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാത വീതി കൂട്ടുന്നതിനിടെ സംരക്ഷണ ഭിത്തി തകർന്നത് വീടിന് ഭീഷണി. കഴിഞ്ഞ ദിവസം രാത്രി തകർന്നത് അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തി. കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിലെ 4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജൽജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം. ചക്കുവള്ളം, വണ്ടൻമേട്, കരുണാപുരം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ 6800-ലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മരവിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ പിടിപ്പുകേടാണ് പദ്ധതി മരവിക്കുവാൻ കാരണമായതെന്നാണ് ആരോപണം. 2022 ഒക്ടോബർ 7-നാണ് പദ്ധതി ആരംഭിച്ചത്. കേരള വാട്ടർ അതോറിറ്റി നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ 6866 ഹൗസ് കണക്ഷനുകളാണ് ഉള്ളത്. കേന്ദ്രവിഹിതമായി 3159.225 ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതമായി 1053.075 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. തേക്കടി റിസർവോയറിൽ നിന്നും ശേഖരിക്കുന്ന ജലം കുമളി 1-ാം മൈലിലെ പ്രധാന ജലസംഭരണിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് ജലം എത്തിക്കുവാനായിരുന്നു നീക്കം. ബൃഹത്തായ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ചില പഞ്ചായത്തുകളിൽ ആരംഭിക്കുവാൻ ആയിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ആരംഭിച്ച ഈ പദ്ധതി പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വലിയ കാലതാമസമാണ് ഈ പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വണ്ടൻമേട് പഞ്ചായത്തിലും പാമ്പാടുംപാറ പഞ്ചായത്തിലും വലിയ കാലതാമസം വന്നു എങ്കിൽ പോലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികളുമായി കേരള വാട്ടർ അതോറിറ്റി മുമ്പോട്ട് പോകുന്നില്ല. 2024 ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും കയ്യേറ്റം. പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് പുഴയോരത്ത് നിന്നിരുന്ന വൻമരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി. ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട കയ്യേറ്റ നടപടികൾ നിർത്തിവെപ്പിച്ചു. പന്നിയാർ പുഴയിൽ പൂപ്പാറ ടൗണിനോട് ചേർന്ന ഭാഗത്ത് നിരവധി കയ്യേറ്റങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട്. ഇതുവരെ 40ഓളം പേർക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി. എന്നാൽ നോട്ടീസ് അവഗണിച്ചും പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പുഴ പുറമ്പോക്ക് കയ്യേറി വെട്ടിത്തെളിച്ചത്. പുഴയുടെ മധ്യത്തിലായിട്ടാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. പുഴയിൽ നിന്നിരുന്ന മരവും മുറിച്ചു കടത്തുവാൻ ശ്രമിച്ചു. മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടുന്നതിനിടയിലാണ് കയ്യേറ്റം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കയ്യേറ്റ നടപടികൾ നിർത്തിവെപ്പിച്ചു. പൂപ്പാറയിലെ പുഴ കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്തും റവന്യൂ വകുപ്പും മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ചന്ദ്രൻപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പൂപ്പാറ ടൗണും പരിസരവുമായി ബന്ധപ്പെട്ട് കയ്യേറ്റത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശക്തമായ നടപടി സ്വീകരിക്കുകയും ഏകദേശം 44ഓളം കെട്ടിടങ്ങൾക്ക്, കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ ആളുകൾ താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെ 44ഓളം കെട്ടിടങ്ങൾക്ക് ഒഴിപ്പിക്കൽ നോട്ടീസും കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും വീണ്ടും പന്നിയാർ പുഴയുടെ തീരം പല സ്ഥലങ്ങളിലായി വീണ്ടും കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ശക്തമായ ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് പോകുന്നില്ല. ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ട് ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നില്ല എങ്കിൽ
അത് നിർത്തിവെപ്പിക്കുവാനുള്ള ഒരു ആർജവം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഈ പന്നിയാർപ്പുഴയിലെ ജലം താഴെയുള്ള 2-3 പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകൾ കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്ന വെള്ളം കൂടിയാണ്. അപ്പോൾ ഈ വെള്ളം അത്തരത്തിൽ മലിനമാകുന്ന രീതിയിൽ പൂപ്പാറ ടൗണിൽ നിന്നുള്ള ഇറച്ചിക്കടയിലെ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ മീൻകടയിലെ മാലിന്യങ്ങൾ, ഇതെല്ലാം ഈ പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരെ ശക്തമായ നടപടിയും ഇനിയുമെങ്കിലും കയ്യേറ്റം ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ ഒരു നടപടിയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശാന്തൻപാറ, രാജകുമാരി, സേനാപതി, രാജാക്കാട് ഗ്രാമപഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രോതസ്സു കൂടിയാണ് പന്നിയാർപ്പുഴ. വരും ദിവസങ്ങളിൽ കയ്യേറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കുമെന്നാണ് സൂചന. മൂന്നാർ ചുറ്റിവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അന്യസംസ്ഥാന തൊഴിലാളി പീഡനത്തിന് ഇരയാക്കിയതായി പരാതി. 11 വയസ്സുകാരിയായ ബാലികയാണ് പീഡനത്തിന് ഇരയായത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. 11 വയസ്സുകാരിയായ ബാലികയാണ് പീഡനത്തിന് ഇരയായത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് സംഭവം നടന്നുവെന്നാണ് സൂചന. പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്ന സമയം ജാർഖണ്ഡ് സ്വദേശിയായ പ്രതി കുട്ടിയെ ആളൊഴിഞ്ഞ ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. തുടർന്ന് പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ കുട്ടിയിൽ നിന്നും വിവരം ചോദിച്ച് അറിയുകയായിരുന്നു. തുടർന്ന് ഇവർ മൂന്നാർ പോലീസിൽ പരാതി നൽകി. പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതായും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും മൂന്നാർ പോലീസ് അറിയിച്ചു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാത വീതി കൂട്ടുന്നതിനിടെ സംരക്ഷണ ഭിത്തി തകർന്നത് വീടിന് ഭീഷണി. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർന്നത്. കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണെടുക്കുന്നതോടെയാണ് വീടുകൾക്ക് ഭീഷണി ഉയരുന്നത്. നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും നിരവധി ആളുകളാണ് വീടിന് ഭീഷണിയുള്ളതായി പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തിയാണ് അവസാനം ഇടിഞ്ഞു വീണത്. 40 അടിയോളം ഉയരത്തിലുള്ള വീടിന്റെ ഫൗണ്ടേഷനോട് ചേർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞ് റോഡിൽ പതിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ കതകു തുറന്നപ്പോഴാണ് അപകടകരമാം വിധം വീടിന്റെ മുൻവശം ഇടിഞ്ഞ വിവരം അറിഞ്ഞത്. ഇതോടെ തങ്ങൾ അടുത്ത വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണെന്ന് വീട്ടുടമസ്ഥനായ ലിബിൻ പറയുന്നു. താഴെ അവരുടെ വണ്ടി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഭയങ്കര ആപത്ത് സംഭവിക്കായിരുന്നു. കുഞ്ഞുങ്ങൾ പകല് ഇവിടെ നിൽക്കുന്ന സമയമായിരുന്നു. JCB മണ്ണ് വന്നെല്ലാം കാണാൻ വേണ്ടി ആ സമയത്തെല്ലാം ഇവിടെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അതിവശാൽ അവരകത്ത് കയറിയ സമയത്താണ് ഇത് സംഭവിച്ചത്. അവർ താഴെ വരെ കെട്ടിയിട്ട് ഇങ്ങോട്ട് കോൺക്രീറ്റ് വാൾ തീർത്ത് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റു വിഷയങ്ങളിൽ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ. എനിക്ക് അങ്ങോട്ട് മാറി ഇവിടെ ഈ അടുത്തൊന്നും അങ്ങനെ വീടില്ല. അതുകൊണ്ട് ഞങ്ങൾ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. അപ്പം തൽക്കാലത്തെ ഇപ്പോൾ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഒരു മാസമെങ്കിലും താമസം വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പണി വീരാൻ. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് മാറ്റിയ ശേഷം ഇതിനോട് ചേർന്നു നിന്നിരുന്ന പാറ പൊട്ടിച്ചതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണം. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന കരാറുകാർ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 മാസം മുൻപ് പരപ്പിലും തോണിത്തടിയിലും സമാന രീതിയിൽ 3 വീടുകളുടെ മതിൽ ഉൾപ്പെടെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു. മണ്ണെടുത്ത ശേഷം ഇവിടെ സംരക്ഷണ ഭിത്തി കിട്ടാനുണ്ടായ കാലതാമസമാണ് മണ്ണിടിയാൻ കാരണമായത്. ഹൈവേയുടെ പ്രധാന കരാറുകാരൻ പല ജോലികളും ഉപകരാർ നൽകുന്നതും മേൽനോട്ടം വഹിക്കുന്നതിലും പരിശോധനയിലും കിഫ്ബിയും പൊതുമരാമത്ത് വകുപ്പും വീഴ്ച വരുത്തുന്നതുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. ഹൈറേഞ്ച് വാർത്തകളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് എന്നിവർ പുതുവർഷ ആശംസകൾ നേർന്നു. അവരുടെ വാക്കുകളിലേക്ക്. നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിൽ 3 പതിറ്റാണ്ടുകളായി കേബിൾ TV രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനം നടത്തുന്ന കേബിൾ ശൃംഖലയാണ് ഹൈറേഞ്ച് കേബിൾ നെറ്റ്വർക്ക്. ഹൈറേഞ്ച് ന്യൂസ് എന്ന പേരിൽ കഴിഞ്ഞ 25 വർഷമായി ന്യൂസ് നമ്മളെ അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഇതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലുള്ള എല്ലാ വാർത്തകളും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഭവനങ്ങളിൽ എത്തിക്കുകയാണ്. അതുപോലെ തന്നെ 30 വർഷത്തോളമായി ഇതിൻ്റെ പ്രക്ഷേപണം ആരംഭിച്ചിട്ട് വളരെ സ്തുത്യർഹമായിട്ട് പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ന്യൂസിന് എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേരുകയാണ്. നമ്മൾ 2024 പ്രവേശിക്കുകയാണ്. ഈ 2024 വലിയ പ്രതീക്ഷകളും വലിയ സ്വപ്നങ്ങളും എല്ലാം നമുക്കുണ്ട്. വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കാം. ഈ വർഷം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിജയങ്ങൾ കൂടുതൽ വളർത്തുവാനും അതുപോലെ തന്നെ
പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠം പഠിച്ച് പുതിയ അധ്യായങ്ങൾ തുടങ്ങുവാനും നമുക്ക് കഴിയും. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കഴിവാണ് പ്രതീക്ഷ. പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും നേട്ടങ്ങളുടെയും നന്മയുടെയും ഒരു വർഷമായി ഈ 2024 തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൈറേഞ്ച് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ ആശംസിക്കുകയും ഈ ന്യൂസിന് എല്ലാവിധ വിജയങ്ങളും നേരുകയും ചെയ്യുന്നു. HCN ഉപഭോക്താക്കൾക്ക് പുതുവത്സര ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഇടയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ചാനലാണ് HCN. HCN ചാനലിൻ്റെ HCN ന്യൂസ് 25 വർഷങ്ങൾക്ക് മുമ്പ് 1998 ഉദ്ഘാടനം ചെയ്ത കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ വാർത്തകളും എല്ലാ അറിയിപ്പുകളും ജനങ്ങളിലെ എത്തിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിലും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലും ഒക്കെ പെടുത്തുന്നതിന് എപ്പോഴും സദാ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് HCN ന്യൂസ് എന്ന് പറയുന്നത്. കാലഘട്ടത്തിൻ്റെ ആ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ അഭിരുചിയും മനസ്സിലാക്കി ഇന്നിപ്പോൾ ഓൺലൈൻ ന്യൂസ് രംഗത്തേക്ക് HCN കടന്നു വന്നിരിക്കുകയാണ്. അവൾ ഒരു കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നേറുന്ന HCN സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ നല്ല സേവനം ചെയ്തുകൊണ്ട് ഈ ചാനലിന് മുൻപോട്ട് പോകാനുള്ള എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻ കട്ടപ്പന കേന്ദ്രമായി കഴിഞ്ഞ 25 വർഷക്കാലം വിജയകരമായി പ്രവർത്തിച്ച HCN എല്ലാവിധമായ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒരു വാർത്താ ചാനൽ എന്ന തരത്തിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായി മാധ്യമരംഗത്ത് പേരിട്ട വ്യക്തിത്വം ഏത് സന്ദർഭത്തിലും കാത്തു സൂക്ഷിക്കാൻ HCN ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇതുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തിനോടും ഒരു മാധ്യമം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ട് പ്രതികരിക്കുകയും സങ്കുചിതമായ മറ്റ് താല്പര്യങ്ങളില്ലാതെ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ചാനലാണ് HCN എന്ന് നമുക്കറിയാം. അതിൻ്റെ സ്വീകാര്യത കൂടുതലും സാധാരണ ജനങ്ങളിലേക്ക് HCN ഈ കാലഘട്ടത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 25 വർഷക്കാലത്തെ നൂറ്റാണ്ട് കാലത്തെ വിജയകരമായ പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശംസ നേരുന്നു. കൂടുതൽ വാർത്തകളും ജനകീയ വിഷയങ്ങളുടെ മുമ്പിലേക്ക് HCN ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ HCN ഓൺലൈൻ ചാനൽ ഇന്നത്തെ നവമാധ്യമ രംഗത്ത് വലിയ മുന്നേറ്റമാണ് സോഷ്യൽ മീഡിയ രംഗം കൈവരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. പുതിയ തലമുറയെ വലിയ നിലയിൽ ആകർഷിക്കപ്പെടുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ. തീർച്ചയായും HCN ആരംഭിച്ചിരിക്കുന്ന ഓൺലൈൻ ചാനലിന് എല്ലാവിധമായ ആശംസയും. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കിടന്ന യുവതിയെ കാറിടിച്ച് അപകടം. പരിക്കേറ്റ ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡ് മുറിച്ചു കിടന്ന യുവതിയെ ഓൾട്ടോ കാറാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ യുവതിയെ വ്യാപാരികളും പൊതുജനങ്ങളും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഏതു സമയവും തിരക്കേറിയ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ കാൽനടയാത്രികരെ വാഹനങ്ങൾ ഇടിക്കുന്ന സംഭവങ്ങൾ പതിവായിരിക്കുകയാണ്. സെൻട്രൽ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ്. അപകടത്തെ തുടർന്ന് കട്ടപ്പന പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വണ്ടിപ്പെരിയാർ 59 മൈലിന് സമീപം നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ 59 മൈലിന് സമീപമാണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടമുണ്ടായത്. കൊല്ലത്തു നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് കാലിത്തീറ്റയുമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 59 മൈലിന് സമീപം എത്തിയപ്പോൾ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയ അപകടം ഒഴിവായി. കൊല്ലം സ്വദേശികളായ സുബിൻ, സൂരജ് എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കട്ടപ്പനയിൽ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച 25ാമത് സംയുക്ത ക്രിസ്തുമസ് ആഘോഷത്തിൽ കരോൾ ഗാനങ്ങൾ പാടിയതിൽ യൂട്യൂബിൽ കൂടുതൽ ലൈക്കുകൾ ലഭിച്ച ടീമുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 19 ടീമുകൾ കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. കട്ടപ്പന CSE ഗാർഡനിൽ ഡിസംബർ 17-ാം തീയതിയാണ് സംയുക്ത ക്രിസ്തുമസ് ആഘോഷം നടന്നത്. യൂട്യൂബിൽ പങ്കുവയ്ക്കുന്ന ഓരോ ടീമിന്റെയും ഗാനങ്ങളിൽ കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്ന ടീമിന് ക്യാഷ് അവാർഡ് സംഘാടകർ ഒരുക്കിയിരുന്നു. കട്ടപ്പന CSE ദേവാലയത്തിൽ ചേർന്ന യോഗത്തിലാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ഈ കട്ടപ്പനയിലെ നല്ലവരായ നന്മ ചെയ്യാൻ കൊതിയുള്ള സംഘടനകളും വിശ്വാസ സമൂഹങ്ങളും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് 2024 പ്രവേശിക്കുന്ന 23 അവസാന നിമിഷങ്ങളിൽ ഏറ്റവും നല്ല ഒരു സന്തോഷം നമുക്കുണ്ടാകാനായിട്ട് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരം ആശംസിക്കുകയാണ്. 2024 ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു പ്രൈമറി മീറ്റിംഗ് ആയിട്ട് ഞാനിതിനെ കാണുകയാണ്. വെള്ളയാങ്കുടി ബെതേൽ മാർത്തോമ്മ ഇടവക 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 1887 ലൈക്കാണ് ടീമിന് ലഭിച്ചത്. കട്ടപ്പന ബജറ്റ് ഹോളിഡേ സ്പോൺസർ ചെയ്ത 10,001 രൂപ ടീമിന് സമ്മാനമായി നൽകി. 10,000 രൂപ 2-ാം സ്ഥാനത്തെത്തിയ വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ടീമിന് 1660 ലൈക്കുകൾ നേടാൻ കഴിഞ്ഞു. ഇവർക്ക് കട്ടപ്പന സ്മാർട്ട് സ്പോൺസർ ചെയ്ത 5,001 രൂപയായിരുന്നു സമ്മാനം. 3-ാം സ്ഥാനക്കാരായ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫ് ടീമിന് 1139 ലൈക്കുകൾ ലഭിച്ചു. കട്ടപ്പന ട്വിൻസ് എബ്രോഡ് സ്പോൺസർ ചെയ്ത 3,001 രൂപയായിരുന്നു സമ്മാനം. കട്ടപ്പന സെന്റ് ജോൺസ് സ്റ്റുഡൻസ് 4-ാം സ്ഥാനവും കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയം, സെന്റ് ജോൺസ് CSE ദേവാലയം, ചേറ്റുകുഴി നസ്രത്ത് മാർത്തോമ്മ ഇടവക, കാഞ്ചിയാർ സെന്റ് പീറ്റേഴ്സ് CSI ദേവാലയം എന്നീ ടീമുകൾ തുടർന്നുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കി. YMCA പ്രസിഡന്റ് സിറിൽ മാത്യു, സെക്രട്ടറി രഞ്ജിത്ത് ജോർജ്, സംഘാടക സമിതി ചെയർമാൻ ജോർജ് ജേക്കബ്, ഫാദർ ബിനോയ് P. ജേക്കബ്, ഫാദർ റിറ്റോർ G, HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, ജോർജ് തോമസ്, വിജി ജോസഫ്, ലൗലി സോജൻ തുടങ്ങിയവർ പങ്കെടുത്തു. 20 ലിറ്റർ അനധികൃത മദ്യവുമായി യുവാവ് വാഗമൺ പോലീസിന്റെ പിടിയിൽ. വാഗമൺ പഴയചന്ത ഭാഗത്ത് താമസിക്കുന്ന വിമൽ ഭവനിൽ ഗണേശനാണ് പോലീസിന്റെ പിടിയിലായത്. കട്ടപ്പന DYSP VA നിഷാദ് മോന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വാഗമൺ പഴയചന്ത ഭാഗത്ത് താമസിക്കുന്ന വിമൽ ഭവനിൽ ഗണേശനാണ് പോലീസിന്റെ പിടിയിലായത്. അനധികൃതമായി സൂക്ഷിച്ച 20 ലിറ്റർ മദ്യവുമായി വീട്ടിലേക്ക് പോകും വഴി പഴയചന്ത ഭാഗത്ത് വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. മുൻപ് പലതവണ അനധികൃതമായി മദ്യം വിറ്റതിന് ഗണേശനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കട്ടപ്പന DYSP VA നിഷാദ് മോന്റെ നിർദ്ദേശപ്രകാരം വാഗമൺ CI K. സുധീറിന്റെ നേതൃത്വത്തിൽ SI-മാരായ നൌഷാദ്, നഹാസ്, CPO-മാരായ ശ്യാം, വിനോദ്, SCPO അലക്സ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഗണേശനെ കോടതിയിൽ ഹാജരാക്കി. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 8ാമത് അഖില കേരള വടംവലി മത്സരം കട്ടപ്പനയിൽ നടന്നു. HMTA പ്രവർത്തനം ആരംഭിച്ചിട്ട് 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. മോട്ടോർ തൊഴിലാളികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്ന HMTA സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾക്കൊപ്പം കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വരികയാണ്. 18 ടീമുകൾ പങ്കെടുത്ത മത്സരം കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. പുതുവർഷ പുലരിയിൽ സംഘടിപ്പിച്ച വടംവലി മത്സരം നാടിന്റെ ഉത്സവമായി മാറി. മത്സരത്തിന്റെ കാഹളം മുഴങ്ങുകയായി ആദരണീയനായ HMTA പ്രസിഡന്റ് PK ഗോപി അവர்களுം അതോടൊപ്പം തന്നെ HMTA ആദരണീയനായ വൈസ് പ്രസിഡന്റ് ബിജു മാധവനും ഉൾപ്പെടെ ഇരുവശത്തുമായി നാട് കെട്ടിക്കൊണ്ട് ഔപചാരികമായി ഈ മത്സരത്തിന് നന്ദി കുറിക്കുകയാണ്. 2023 എഡിഷന്റെ അവസാന മത്സരം. പ്രാതിനിധ്യം ഇന്ന് ഇടുക്കിയുടെ മണ്ണിലേക്ക് ഒന്ന് കൊമ്പുകോർക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ചാമ്പ്യൻ പോരാളികൾ പൊന്നൂസ് ട്രേഡിംഗ് കമ്പനി കട്ടപ്പന സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇന്നിന്റെ കളിഭൂമിയുടെ പോരാളികൾ ബ്ലാക്ക് സ്റ്റാർ കട്ടപ്പന. മറുവശത്ത് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, BJP കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, HMTA പ്രസിഡന്റ് PK ഗോപി,
എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംഘടിപ്പിക്കുന്ന അതിൻ്റെ 50ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയർ വേളയിൽ ഇതുപോലെയുള്ള ഒരു വലിയ പരിപാടി അതിൽ ഭാഗമാക്കാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയും തീർച്ചയായും പ്രതീക്ഷയുടെ ദിനങ്ങളായി പുതുവത്സരം സമാഗതമാകുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച എല്ലാ നേട്ടങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയാണ്. ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോവുകയാണ്. സാംബോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഹരീഷ് വിജയനെ MP ആദരിച്ചു. ഒന്നാം സമ്മാനമായ KG's ജ്വല്ലറി സ്പോൺസർ ചെയ്ത 35,008 രൂപയും PK സുധാകരൻ എവർ റോളിംഗ് ട്രോഫിയും അടിമാലി യുവ ഫ്രണ്ട്സ് ടീം കരസ്ഥമാക്കി. രണ്ടാം സ്ഥാനം വെളിലാങ്കണ്ടം ന്യൂ സെവൻസും നേടി. പുറ്റടി കമ്പമട്ട് റോഡിൽ നെറ്റിത്തൊഴുവിന് സമീപമുള്ള പാലാക്കണ്ടത്തിലെ സർക്കാർ ഭൂമിയുടെ കാഴ്ച ഇനി മുതൽ നാട്ടുകാർക്ക് ഏറെ സന്തോഷം പകരുന്നതായിരിക്കും. അല്പസമയം ഇടുക്കിയുടെ തണുത്ത കാറ്റുകൊണ്ട് വിശ്രമിക്കാനും പൂച്ചെടികളുടെ ഭംഗി ആവോളം ആസ്വദിക്കാനും കഴിയും വിധം ഇവിടം സ്നേഹാരാമമാക്കി മാറ്റിയിരിക്കുകയാണ് വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അംഗങ്ങൾ. കേരള ശുചിത്വ മിഷനും പഞ്ചായത്തുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികൾ സ്നേഹാരാമം തയ്യാറാക്കിയത്. മാലിന്യങ്ങളാൽ നിറഞ്ഞ ഈ ഭാഗം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് NSS വോളണ്ടിയേഴ്സ് മനോഹരമാക്കിയത്. പൂച്ചെടികളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചതോടൊപ്പം ഉപയോഗശൂന്യമായ ചില്ലുകുപ്പികളിൽ പെയിന്റിംഗ് നടത്തി ആകർഷണീയവുമാക്കി. നാട്ടുകാരുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി കേരളം എമ്പാടും ഈ വർഷം കുട്ടികൾക്ക് സ്നേഹഗ്രാമം എന്നൊരു പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ, മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ പൊതുജനങ്ങൾക്കായി ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്നേഹഗ്രാമം. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫിറോസ് CM, ഗ്രാമപഞ്ചായത്ത് അംഗം സിസിലി സജി, PTA പ്രസിഡന്റ് ഷോജി മാത്യു, പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റഷീദ് PP, വോളണ്ടിയർ ലീഡർ അമൃത മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊന്നത്തടി പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് NSS വോളണ്ടിയർമാർ നടത്തിയത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചിന്നാർ ടൗണിനോട് ചേർന്ന മാലിന്യങ്ങൾ നിറഞ്ഞുകിടന്നിരുന്ന സ്ഥലം മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയ പദ്ധതിയായ സ്നേഹാരാമം, വെയിറ്റിംഗ് ഷെഡ് പുനരുദ്ധാരണം, പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മതിൽ വൃത്തിയാക്കൽ എന്നിവയായിരുന്നു പ്രധാന കർമ്മപരിപാടികൾ. കൂടാതെ വയോജന സന്ദർശനം, മാലിന്യമുക്ത സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് ഗ്രീൻ ക്യാൻവാസ് സജ്ജമാക്കൽ, തൊഴിലുറപ്പ് തൊഴിലാളികളുമായുള്ള സ്നേഹസംവാദം, പാഴ്വസ്തുക്കളിൽ നിന്നും ഡോർമാറ്റ് തുണിസഞ്ചി നിർമ്മാണം, ജീവദ്യുതി പോൾ ബ്ലഡ് പദ്ധതിയുടെ ഭാഗമായുള്ള രക്തദാതാക്കളുടെ വിവരശേഖരണം, ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാൻ തെരുവ് നാടകം, ഫ്ലാഷ് മോബ് എന്നിവയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എബി തോമസ് സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് MS, റിജി ഇടിയാങ്കുന്നേൽ, ജോസ്മി ജോർജ് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മോൻസി ജോസഫ്, പ്രോഗ്രാം ഓഫീസർ മഞ്ജു വിൽസൺ, അജേഷ് KD, R അരുൺകുമാർ, പ്രൈസ് ടോമി, അക്ഷയ അജി, അമൽ ജോൺസൺ, സ്നേഹാമോൾ അനീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രകൃതി സംരക്ഷണത്തിന്റെ വ്യത്യസ്ത പാഠം സമൂഹത്തിന് പകർന്ന ഒരു കുടുംബം. ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ കാവുകൾ ഒരുക്കിയാണ് പരിസ്ഥിതി പ്രവർത്തകരായ സുനിൽ സുരേന്ദ്രനും കുടുംബവും വ്യത്യസ്ത പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. പൂമരത്തണൽ പ്രകൃതി കുടുംബം എന്ന പേരിലാണ് അമൂല്യ സസ്യങ്ങളെ ഇവർ പരിപാലിക്കുന്നത്.
പൊതുസ്ഥലങ്ങളിൽ വൃക്ഷങ്ങൾ നട്ടാൽ പരിപാലിക്കാൻ ആളില്ലാത്തതിനാലാണ് ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ ഇവ സംരക്ഷിക്കുന്നത്. ഇതിനോടകം സംസ്ഥാനത്താകമാനം 50-ലധികം ക്ഷേത്രങ്ങളിൽ ഇവർ കാവൊരുക്കി. ഇടുക്കിയിലും പദ്ധതി പുരോഗമിക്കുകയാണ്. ദേവവൃക്ഷങ്ങളായി ഗണിക്കുന്ന സസ്യങ്ങളാണ് കാവുകളിൽ പരിപാലിക്കുന്നത്. സുരേന്ദ്രനൊപ്പം ഭാര്യ സുഷിതയും മക്കളായ അർജുനും അഭിമന്യുവും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ പബ്ലിക് റോഡിൽ ഇപ്പം തന്നെ ഞങ്ങൾ 60,000-ലധികം വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അത് നമ്മൾ പബ്ലിക് പ്ലേസിൽ വെച്ച് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്നു, അതിനെ നനയ്ക്കാൻ ആളില്ലാതെ വരുന്നു. പക്ഷെ ദേവാലയങ്ങളിലെ ഒരു ആത്മീയ പരിവേഷം കൊടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേകമായ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഏത് ദേവാലയങ്ങളാണേലും അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ സർവ്വമത ദേവാലയങ്ങളിൽ നമ്മൾ വൃക്ഷത്തൈ നടുമ്പോൾ അതിന് പേരിൽ കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കാനും അതിനെ പരിപാലിക്കാനും ആ ദേവാലയങ്ങളുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരോ അല്ലെങ്കിൽ ശാന്തിക്കാരോ ആരെങ്കിലും ഒക്കെ അതിന് തയ്യാറാകും. കാവ് പരിപാലിക്കുന്നതിന് പുറമെ ശ്രദ്ധേയമായ ഒട്ടനവധി പരിപാടികളും ഈ കുടുംബം നടപ്പിലാക്കിയിട്ടുണ്ട്. വിമുക്ത ഭടന്മാരുടെ വീടുകളിൽ കാവൽമരം, സ്കൂളുകളിൽ അക്ഷരവൃക്ഷം, ആരോഗ്യപ്രവർത്തകരോടുള്ള ആദരസൂചകമായി ആതുരവൃക്ഷം തുടങ്ങിയവ ഇവർ നടപ്പിലാക്കിയ ശ്രദ്ധേയമായ പദ്ധതികളാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 213, വിൽപ്പനയ്ക്ക് വന്നത് 52,806, വിൽപ്പന നടന്നത് 47,725. കൂടിയ വില 2,622, ശരാശരി വില 1,668. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 595 രൂപ, ഏലം കൂടിയ വില 1,650, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 960, കൊക്കോ 60, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,855 രൂപ, വെള്ളി 80. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. ഇടുക്കിയിലെ 4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജൽജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം. മരവിച്ചിരിക്കുന്നത് ചക്കുവള്ളം, വണ്ടൻമേട്, കരുണാപുരം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ 6,800-ലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതി മരവിക്കുവാൻ കാരണം ജലവിഭവ വകുപ്പിന്റെ പിടിപ്പുകേടെന്നും ആരോപണം. പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും കയ്യേറ്റം. പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് പുഴയോരത്ത് നിന്നിരുന്ന വൻമരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി. ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട കയ്യേറ്റ നടപടികൾ നിർത്തിവെപ്പിച്ചു. മൂന്നാർ ചുറ്റിവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അന്യസംസ്ഥാന തൊഴിലാളി പീഡനത്തിനിരയാക്കിയതായി പരാതി. പീഡനത്തിനിരയായത് 11 വയസ്സുകാരിയായ ബാലിക. സംഭവത്തിൽ മൂന്നാർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു.
മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാത വീതി കൂട്ടുന്നതിനിടെ സംരക്ഷണ ഭിത്തി തകർന്നത് വീടിന് ഭീഷണി. കഴിഞ്ഞ ദിവസം രാത്രി തകർന്നത് അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തി. കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.